ഹലോ ഗൈസ്, കൊമേഴ്സ് ലോക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗിന്റെയും അബ്സോർപ്ഷൻ കോസ്റ്റിംഗിന്റെയും ഡിഫറൻസ് ആണ്. ഫസ്റ്റ് ഒരു എക്സാമ്പിളിനെ ബേസ് ചെയ്ത് നമുക്ക് ഈ ഡിഫറൻസ് നോക്കാം. ഒരു ടൈലറിംഗ് ബിസിനസ്, രണ്ട് തരത്തിലുള്ള സ്യൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടൈലറിംഗ് ബിസിനസ്. റെഗുലർ സ്യൂട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഹൈ എൻഡ് സ്യൂട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ ഉണ്ടാകുന്ന ചിലവുകൾ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, റെന്റ്, പാറ്റേൺ കട്ടിങ്, ഇതൊക്കെയാണ് അവിടുത്തെ ചിലവുകൾ. ഡയറക്റ്റ് മെറ്റീരിയലിന് ₹20 പെർ സ്യൂട്ടാണ്, ഡയറക്റ്റ് ലേബർ 15 പെർ സ്യൂട്ടാണ്, റെന്റ് 1000 പെർ മന്ത്, പാറ്റേൺ കട്ടിങ് അതൊരു ആക്ടിവിറ്റിയാണ്, അതിന് 500 പെർ മന്തും. ഓക്കെ, അപ്പം ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്. അത് ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ മേത്ത് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ചാർജ് ചെയ്യും. ഓക്കെ, ബാക്കി ഓവർ ഹെഡ് വരുമ്പോഴാണ് ഡിഫറൻസ് വരുന്നത്. അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ എത്ര കോസ്റ്റ് വരുന്നോ അത് ഡയറക്റ്റ് ആയിട്ട് തന്നെ പ്രൊഡക്റ്റിലോട്ട് അലോക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓവർ ഹെഡ് ഫുള്ളായിട്ട് എടുക്കും. എന്നാൽ ABC കോസ്റ്റിങ്ങിൽ ഒരു ആക്ടിവിറ്റിക്ക് എത്രയാണ് എമൗണ്ട് ചിലവായത്, ആ ആക്ടിവിറ്റിയുടെ എക്സ്പെൻസ് മാത്രമേ നമ്മൾ അലോക്കേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഇത്ര മനസ്സിലാക്കി വെക്കുക. പ്രൊഡക്ഷൻ ഡാറ്റ തന്നിട്ടുണ്ട്. 50 റെഗുലർ സ്യൂട്ട്സും 30 ഹൈ എൻഡ് സ്യൂട്ട്സുമാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഈ സ്യൂട്ട്സിലോട്ട്, റെഗുലർ സ്യൂട്ട്സിലോട്ടും ഹൈ എൻഡ് സ്യൂട്ട്സിലോട്ടും ടോട്ടൽ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യണം. ഫസ്റ്റ് അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഏതൊരു മെത്തേഡാണേലും ഡയറക്റ്റ് കോസ്റ്റ് ഫസ്റ്റ് തന്നെ ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞു. സോ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും 20 + 15 35 പെർ സ്യൂട്ടാണ് ഡയറക്റ്റ് കോസ്റ്റ്. അത് സ്യൂട്ടിൻ്റെ മേൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ചാർജ് ചെയ്യും. അത് കഴിഞ്ഞ് അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ ആക്ടിവിറ്റി അല്ല എടുക്കുന്നത്, ഓവർ ഹെഡാണ് എടുക്കുന്നത്. അപ്പം ടോട്ടൽ ഫിക്സഡ് ഓവർ ഹെഡായിട്ട് 1000 തന്നിട്ടുണ്ട്. ഇപ്പോൾ വേരിയബിൾ ഉണ്ടെങ്കിൽ അത്, ഇവിടെ ഫിക്സഡ് മാത്രമേ തന്നിട്ടുള്ളൂ, അത് മാത്രം നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, ഓവർ ഹെഡാണ് അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ ഓവർ ഹെഡായിട്ട് 1000, റെൻറ്റ് 1000 ആണ് തന്നിരിക്കുന്നത്. ഈ 1000നെ ടോട്ടൽ എത്ര സ്യൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്തു? 50 + 30 80 സ്യൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഈ 1000നെ 80 സ്യൂട്ട്സിലോട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒരു സ്യൂട്ടിൻ്റെ മേലെ ₹12.50 12.5 ആണ് ചിലവായത്. ഓക്കെ, അപ്പോൾ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് പ്രകാരം ഒരു ഹൈ എൻഡ് സ്യൂട്ടിൻ്റെ, റെഗുലർ സ്യൂട്ടിൻ്റെ വില വരുന്നത് അതിന് ചിലവായ ഡയറക്റ്റ് എക്സ്പെൻസ്, ഡയറക്റ്റ് കോസ്റ്റ് പ്ലസ് ഓവർ ഹെഡ് ഡിവൈഡ് ചെയ്തത്. നോർമൽ കേസിൽ ഹൈ എൻഡ് സ്യൂട്ടിന് റെഗുലർ സ്യൂട്ടിൻ്റെയും ഡയറക്റ്റ് എക്സ്പെൻസിൽ ഡിഫറൻസ് വരും. കാരണം ഹൈ എൻഡ് സ്യൂട്ടിൻ്റെ മെറ്റീരിയൽ, ലേബർ ഇച്ചിരിയും കൂടെ എക്സ്പെൻസീവ് ആയിരിക്കും. ഇവിടെ സെയിം ആണെന്ന് അസ്യൂം ചെയ്ത് നമ്മൾ ചെയ്തത് കൊണ്ടാണ് നമുക്ക് രണ്ടിനും സെയിം വില വന്നത്. മെത്തേഡ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ കൂടെ ഓവർ ഹെഡ് ആണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആണെങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഇനി ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ആവുമ്പോൾ ഓവർ ഹെഡിന് പകരം നമ്മൾ ആക്ടിവിറ്റീനെ ബേസ് ചെയ്ത കോസ്റ്റുകളാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ ആക്ടിവിറ്റി ബേസ് ചെയ്ത് പാറ്റേൺ കട്ടിങ്ങിന് 500 ആണ് ചിലവായത്. അപ്പോൾ ഈ 500 ടോട്ടൽ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത്? 80 യൂണിറ്റ്സ്. അപ്പോൾ 80 യൂണിറ്റ്സിലോട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. 500 / 80. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ ചിലവ് പാറ്റേൺ കട്ടിങ് ആക്ടിവിറ്റിയിൽ നിന്നും 6.25. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്രയായിരിക്കും ചിലവ് റെഗുലർ സ്യൂട്ട്സിന്? 50 റെഗുലർ സ്യൂട്ട്സ് ആണുള്ളത്. അപ്പോൾ 6.25 × 50 312.50 ആണ് റെഗുലർ സ്യൂട്ട്സിന് വേണ്ടി പാറ്റേൺ കട്ടിങ്ങിൽ നിന്നും ചിലവായത്. ഹൈ എൻഡ് സ്യൂട്ട്സിന് വേണ്ടി പാറ്റേൺ കട്ടിങ് ചിലവായത് 6.25 × 30 187.50. ഓക്കെ, ഇനി ഒറ്റ സ്യൂട്ടിലോട്ട് കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുന്നതിൽ ഡയറക്റ്റ് കോസ്റ്റ് പ്ലസ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ആണ് ABC മെത്തേഡിൽ വരുന്നത്. ഡയറക്റ്റ് കോസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൻ്റെ ഫസ്റ്റിൽ തന്നെ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. 35 ആണ് ഡയറക്റ്റ് കോസ്റ്റ്. സോ ഈ ഡയറക്റ്റ് കോസ്റ്റ് 35 പ്ലസ് ഒരു യൂണിറ്റിന് ആക്ടിവിറ്റിയിൽ നിന്നും വന്ന കോസ്റ്റ് 6.25, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ്. ഡയറക്റ്റ് കോസ്റ്റ് പ്ലസ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റാണ് ABC കോസ്റ്റിങ്ങിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റിലോട്ട് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒന്ന് റഫായിട്ടൊരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. നമുക്കിനി ബാക്കി ഡിഫറൻസ് പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ്, കോസ്റ്റ് അലോക്കേഷൻ. ABC കോസ്റ്റിങ്ങിൽ അലോക്കേറ്റ്സ് കോസ്റ്റ് ബേസ്ഡ് ഓൺ ആക്ടിവിറ്റീസ് ആൻഡ് ദെയർ കൺസംഷൻ. ഓരോ ആക്ടിവിറ്റീസ് അഥവാ പ്രവർത്തനങ്ങളുടെ ബേസിലാണ് നമ്മൾ കോസ്റ്റ് അഥവാ ചിലവ് അലോക്കേറ്റ് ചെയ്യുന്നത്. അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ അലോക്കേറ്റ്സ് ഓൾ കോസ്റ്റ് ടു പ്രൊഡക്ട്സ്.
മെറ്റീരിയൽ, ലേബർ, ഫിക്സഡ്, വേരിയബിൾ ഓവർഹെഡ് എല്ലാ ചിലവും പ്രൊഡക്ട്സിലോട്ട് അലോക്കേറ്റ് ചെയ്യും. ഇറ്റ് ഡസൻ ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ദാറ്റ് ഡ്രൈവ് കോസ്റ്റ്. കോസ്റ്റിന് കാരണമാകുന്ന ആക്ടിവിറ്റീസിനെ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ പരിഗണിക്കില്ല. നെക്സ്റ്റ്, ആക്യുറസി ഓഫ് കോസ്റ്റ് അലോക്കേഷൻ. ABC costing aimed at providing a more accurate representation of cost by linking them directly to the activities that cause these cost. ABC കോസ്റ്റിങ്ങിൽ ഏത് ആക്ടിവിറ്റി മൂലമാണോ കോസ്റ്റ് ഉണ്ടാകുന്നത് അതുമായിട്ട് കോസ്റ്റിനെ ലിങ്ക് ചെയ്യുന്നതോടെ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട്, കൂടുതൽ കൃത്യമായിട്ടുള്ള കോസ്റ്റ് റെപ്രസെൻറ്റേഷൻ കിട്ടുന്നുണ്ട്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് മേ ലീഡ് ടു ഡിസ്റ്റോർട്ടഡ് പ്രൊഡക്റ്റ് കോസ്റ്റ്, എസ്പെഷ്യലി വെൻ പ്രൊഡക്ട്സ് കൺസ്യൂം ഡിഫറെൻറ്റ് പ്രൊപ്പോർഷൻസ് ഓഫ് ഓവർഹെഡ് റിസോഴ്സസ്. പല പ്രൊഡക്ട്സും പല പ്രൊപ്പോർഷനിലായിരിക്കും ഓവർഹെഡ് എക്സ്പെൻസുകൾ കൺസ്യൂം ചെയ്യുന്നത്. അത് നമ്മൾ കൺസിഡർ ചെയ്യാതെ എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുക്കുന്നത് വഴി കൃത്യമല്ലാത്ത കോസ്റ്റ് അലോക്കേഷൻ ആയിരിക്കാം അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ നടക്കുന്നത്. കോംപ്ലക്സിറ്റി ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. ABC costing generally more complex to implement due to the need to identify and measure various activities and their cost drivers accurately. ABC costing കുറച്ചും കൂടെ കോംപ്ലക്സ് ആണ്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആണെങ്കിൽ കുറച്ചും കൂടെ സിമ്പിളാണ്. സിംപ്ലർ ടു ഇംപ്ലിമെൻറ്റ് ആസ് ഇറ്റ് ഇൻവോൾവ്സ് ദ സ്ട്രെയിറ്റ് ഫോർവേഡ് അലോക്കേഷൻ ഓഫ് ഓൾ മാനുഫാക്ചറിങ് കോസ്റ്റ് ടു പ്രൊഡക്ട്സ്. അടുത്ത, സ്യൂട്ടബിലിറ്റി. ABC കോസ്റ്റിംഗ് സ്യൂട്ടബിൾ ഫോർ ലേബർ ഇൻറ്റൻസീവ് പ്രൊഡക്ട്സ്. നമ്മൾ ടെയിലേഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുക, കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സർവീസ് നൽകുക, അവിടെയാണ് ABC കോസ്റ്റിംഗ് കുറച്ചും കൂടെ നല്ല രീതിയിൽ സ്യൂട്ടബിൾ ആവുന്നത്. അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങോ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുമ്പോൾ എല്ലാം മെഷീനിൽ ഒരേ രീതിയിൽ യൂണിഫോം ആയിട്ട് നമ്മൾ കുറേ ടോയ്സിനെ ഉണ്ടാക്കുവാണ്. അപ്പോൾ അവിടെ ഓരോ ആക്ടിവിറ്റിക്ക് എത്ര ചിലവായി നമ്മൾ നോക്കണ്ട, എല്ലാത്തിനും ഒരേ ആക്ടിവിറ്റീസാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ യൂണിഫോം ആയിട്ട് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുമ്പോൾ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആണ് സ്യൂട്ടബിൾ. ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ്, കസ്റ്റമൈസ്ഡ് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ABC കോസ്റ്റിംഗ് ആണ് സ്യൂട്ടബിൾ. കോസ്റ്റ് ഡ്രൈവേഴ്സ്. ABC കോസ്റ്റിങ്ങിൽ മൾട്ടിപ്പിൾ കോസ്റ്റ് ഡ്രൈവേഴ്സ് ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് സിംഗിൾ കോസ്റ്റ് ഡ്രൈവർ. ആകെപ്പാടെ അവേഴ്സ് വർക്ക്ഡ് മാത്രമേ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ ഒരു ഡ്രൈവറായിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളൂ. ABC കോസ്റ്റിങ്ങിൽ അവേഴ്സ് വർക്ക്ഡ് മാത്രമല്ല, ഒരുപാട് ഐറ്റംസ് കോസ്റ്റ് ഡ്രൈവേഴ്സ് ആയിട്ടുണ്ട്. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. സ്കോപ്പ്. ABC കോസ്റ്റിങ്ങിൽ ബ്രോഡ് ആൻഡ് ഫ്ലെക്സിബിൾ പ്രൊഡക്റ്റ് കോസ്റ്റിംഗ് ആണ്. അബ്സോർപ്ഷൻ നാരോ ആൻഡ് റിജിഡ് പ്രൊഡക്റ്റ് കോസ്റ്റിംഗ് ആണ്. അപ്പോൾ സ്കോപ്പ് ABCക്കാണ് കൂടുതൽ ബ്രോഡ് സ്കോപ്പ് ഉള്ളത്. അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിന് നാരോ സ്കോപ്പാണ്. ഫോക്കസ്. ABC കോസ്റ്റിംഗ് ഫോക്കസ് ഈസ് ഓൺ മാനേജിങ് ആക്ടിവിറ്റീസ്. ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യുന്നതിലാണ് ABC കോസ്റ്റിംഗ് ശ്രദ്ധ കൊടുക്കുന്നത്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഫോക്കസ് ഈസ് ഓൺ മാനേജിങ് കോസ്റ്റ്. കോസ്റ്റ് ചിലവ് നിയന്ത്രിക്കുന്നതിലാണ് അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൻ്റെ ശ്രദ്ധ. ആക്ടിവിറ്റി ഇൻഫർമേഷൻ. ABC കോസ്റ്റിങ്ങിൽ ആക്ടിവിറ്റിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ ആക്ടിവിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ വളരെ കുറവാണ്. നെക്സ്റ്റ്, കോസ്റ്റ് കൺട്രോൾ. ABC കോസ്റ്റിംഗ് ഹെൽപ്സ് ഇൻ കോസ്റ്റ് കൺട്രോൾ. കാരണം നമ്മൾ ഓരോ ആക്ടിവിറ്റിയുടെയും ചിലവ് ഇത്രയാണെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആക്ടിവിറ്റി കുറച്ചും കൂടെ ചിലവ് ചുരുക്കി കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പമാണ്. അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ അങ്ങനെ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റ് എടുക്കാത്തത് കൊണ്ട് തന്നെ കോസ്റ്റ് കൺട്രോൾ അത്ര എളുപ്പമല്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ABC കോസ്റ്റിംഗ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് തമ്മിലുള്ള മേജർ ഡിഫറൻസസ്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.